പ്രിയ വിദ്യാർത്ഥികളെ, 4th സെമസ്റ്റർ മലയാളം കോമൺ കോഴ്സ് BA BSc അതിൽ മലയാള സാഹിത്യം 4 എന്ന വിഭാഗത്തിൽ നമുക്ക് കുറേ ലേഖനങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ ലേഖനമാണ് ഭാഷയും ആശയവിനിമയവും. ഇത് എഴുതിയത് ഡോക്ടർ KM പ്രഭാകര വാര്യർ. പ്രഭാകര വാര്യര് 1933 ഡിസംബർ 17 മലപ്പുറം ജില്ലയിലെ വട്ടംകൊളുത്ത ജനിച്ചു. പിന്നീട് അദ്ദേഹം അണ്ണാമലൈ സർവകലാശാലയിൽ നിന്ന് ഭാഷാശാസ്ത്രത്തിൽ ഡിപ്ലോമ, PhD തുടങ്ങിയ ബിരുദങ്ങൾ നേടി. വ്യാക്ഷേപങ്ങളെക്കുറിച്ചൊരു പഠനം മലയാളത്തെ മുൻനിർത്തി എന്ന വിഷയത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ PhD ഗവേഷണം. പിന്നീട് സർവകലാശാലകളുടെ വിദഗ്ധ സമിതികളിലും വിസിറ്റിംഗ് പ്രൊഫസറായും മറ്റും സേവനമനുഷ്ഠിച്ച അദ്ദേഹം ധാരാളം കൃതികൾ മലയാളത്തിന് സമർപ്പിച്ചു. അദ്ദേഹത്തിന്റെ കൃതികൾ ആധുനിക ഭാഷാശാസ്ത്രം, കവിതയിലെ ഭാഷ, ശൈലീ ശില്പം, ഭാഷയും മനഃശാസ്ത്രവും, സ്റ്റഡീസ് ഇൻ മലയാളം ഗ്രാമർ, സ്വരിമ വിജ്ഞാനം, ഗവേഷണ പദ്ധതി, പൂർവ്വ കേരള ഭാഷ, ഫക്കീർ മോഹൻ സേനാപതി, ഞാനും നിങ്ങളും, തെളിവും വെളിവും, മൊഴിയും പൊരുളും, മലയാള വ്യാകരണ സമീക്ഷ, ഭാഷാവലോകനം, ഭാഷാശാസ്ത്ര വിവേകം തുടങ്ങിയ കൃതികളാണ് അദ്ദേഹം മലയാളത്തിന് വേണ്ടി എഴുതിയത്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ലേഖനം ഭാഷയും ആശയവിനിമയവും എന്ന ലേഖനമാണ്. പല ഖണ്ഡങ്ങളായിട്ടാണ് ഈ ലേഖനം അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഒന്ന്, ആശയവിനിമയ പ്രക്രിയ. അതിൽ അദ്ദേഹം ആദ്യം തന്നെ പറയുന്നത് ആശയവിനിമയത്തിൽ നിന്നും വിട്ടുകൊണ്ട് ഒരു സമൂഹത്തിനും നിലനിൽക്കാൻ കഴിയുകയില്ല എന്ന പ്രാഥമിക കാര്യമാണ്. നമുക്കെല്ലാം അറിവുള്ള ഒരു കാര്യം തന്നെയാണത്. പരസ്പരം ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു സമൂഹത്തിന് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നത് സത്യം തന്നെയാണ്. അപ്പോൾ സാമാന്യമായി പറഞ്ഞാൽ ആശയവിനിമയത്തിനുള്ള പല ഉപാധികളിൽ ഒന്ന് മാത്രമാണ് ഭാഷ. അതുകൂടാതെ ആംഗ്യം, ഉച്ചാരണ ശബ്ദം, സ്തോഭ പ്രകടനം എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ടുള്ള ദേഷ്യം പിടിക്കൽ, കരയൽ, ചിരിക്കൽ ഒക്കെ, ലിപികൾ എന്നിവയെല്ലാം ആശയവിനിമയത്തിന് വളരെ സഹായകമായി വർത്തിക്കുന്ന ഘടകങ്ങളാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ട്രാഫിക് ഐലൻഡിലൊക്കെ ചുവപ്പ് ലൈറ്റ് പ്രകാശിക്കുമ്പോൾ വാഹനങ്ങൾ നിൽക്കുകയും പച്ച കടന്നു വരുമ്പോൾ വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്ന പ്രതിഭാസം. ഇവിടെ ചുവപ്പ് എന്ന് പറയുന്നത് അപകടത്തിന്റെ ഒരു കമ്മ്യൂണിക്കേഷനും, പച്ച അനുമതി അല്ലെങ്കിൽ സമാധാനത്തിന്റെ ഒക്കെ ഒരു ആശയവിനിമയവും ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട്. ഇതുപോലെ വെളിച്ചം, കപ്പലുകൾക്ക് വേണ്ടിയുള്ള ദീപസ്തംഭങ്ങളൊക്കെ വെളിച്ചത്തിന്റെ മാതൃകയിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. കപ്പലുകൾക്ക് നങ്കൂരമിടാൻ പറ്റുന്ന അവസ്ഥയിലാണോ കടൽ തീരമുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. വിദ്യാലയങ്ങളിലെ കുട്ടികൾ ബെല്ലടി പ്രതീക്ഷിച്ച് നിൽക്കാറുണ്ട്, പോവാനും പുറത്തേക്ക് വരാനും ഒക്കെയുള്ള സമയത്തിന്, പ്രാർത്ഥനയ്ക്ക് ഒന്ന്. ബെല്ലിന്റെ പ്രത്യേകതരം മുഴക്കത്തിലൂടെയാണ് ഈ ആശയവിനിമയം സാധിച്ചിരിക്കുന്നത്. കൂട്ട മണിയടി ഉണ്ടാകുമ്പോൾ കുട്ടികൾ പുറത്തേക്ക് പോകുന്നു. ഓരോ പീരീഡ് കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള ബെൽ ശബ്ദം കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആശയവിനിമയത്തിന് ഉപയോഗിച്ചു വരുന്ന ഉപാധികൾ തന്നെയാണ്. അതുകൊണ്ടാണ് ആശയവിനിമയം എന്ന പദത്തിന്റെ സാങ്കേതികാർത്ഥത്തിന് വളരെയധികം വ്യാപ്തിയുണ്ട് എന്ന് പ്രഭാകര വാര്യർ പറയുന്നത്. ഇത്രയും വ്യാപ്തിയുള്ള വിശാലമായ ഒരു അർത്ഥതലത്തിലേക്കാണ് നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന, ആശയവിനിമയം എന്ന് പറയുന്ന പദത്തിന് എത്തിച്ചേരുന്നത്. നമുക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം, ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് വിളിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഓടി വരികയും തള്ളക്കോഴിയുടെ വായിൽ നിന്ന്
തീറ്റ ആഹരിക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. ഇതിനെ നമ്മൾ മൃഗഭാഷ എന്ന് വ്യവഹരിക്കാറുണ്ട്. ഇത് പക്ഷിയുടെ കാര്യം മാത്രമല്ല, മൃഗങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. മൃഗങ്ങളും മനുഷ്യരും തമ്മിലും ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായ, നായയെ വിളിച്ചാൽ അത് വരുന്നു, അതും ഒരു കമ്മ്യൂണിക്കേഷനാണ്. എങ്കിൽ കൂടി മൃഗഭാഷ എന്നുള്ളതിനെ ശാസ്ത്രീയ വീക്ഷണത്തിൽ നമുക്ക് അത് സാധുവാണ് എന്ന്, യഥാർത്ഥത്തിലുള്ളതാണെന്ന് പറയാൻ കഴിയില്ല. വ്യക്തമായ ലിപി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. കാരണം മനുഷ്യേതരമായിട്ടുള്ള ആശയവിനിമയ രീതികളെ ഭാഷ എന്ന് വിശകലനം ചെയ്യാൻ പലപ്പോഴും സാധ്യമല്ല. അത് നമ്മുടെ ഭാഷയിൽ നിന്ന് പലപ്പോഴും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് ആശയവിനിമയം എന്നാൽ എന്ത്? ആശയവിനിമയം എന്നാൽ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എങ്കിൽ കൂടി എന്തെല്ലാമാണ് ആശയവിനിമയത്തിന്റെ പരിധിയിൽ വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഉദാഹരണമായിട്ട് ഇദ്ദേഹം ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. അങ്ങ് ദൂരെ ഒരു ഫാക്ടറിയിൽ നിന്നോ മറ്റോ അല്ലെങ്കിൽ ഒരു കാടിനുള്ളിൽ നിന്നോ പുക ഉയർന്നു വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയും അവിടെ തീ പിടിച്ചു. അപ്പോൾ പുക എന്ന് പറയുന്നത് അതിന്റെ പിന്നാലെ തീയുണ്ട് എന്നതിന്റെ ഒരു സൂചകമായിട്ടാണ് വരുന്നത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആണോ എന്ന് പലപ്പോഴും ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം, രാവിലെ പുലർച്ചെ കേൾക്കുന്ന കോഴിയുടെ കൂവൽ, അത് പ്രഭാതത്തെക്കുറിച്ച്, പ്രഭാതം ദാ വരാറായി എന്നുള്ള ഒരു സന്ദേശമാണോ? അങ്ങനെയാണെങ്കിൽ അതിനെയും ആശയവിനിമയം എന്നതിന്റെ പരിധിയിൽപ്പെടുത്തിക്കൂടെ എന്ന് മറ്റൊരു ഉദാഹരണം കൂടി ഇദ്ദേഹം പറയുന്നു. കണ്ണ് കലങ്ങി ചുവന്ന് ഒരു മനുഷ്യൻ നടന്നു വരികയാണ്. കാണുമ്പോൾ കണ്ണിലെ കലക്കത്തിന് പല കാരണങ്ങളുണ്ടാവാം. ഒന്ന്, അയാൾ വളരെ നേരം കരഞ്ഞതിന്റെ കാരണമായിട്ട് അങ്ങനെ ഉണ്ടാവാം. അതല്ല, അയാൾക്ക് കണ്ണിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവാം. തലേ 2-3 ദിവസമായിട്ട് ഉറക്കമൊളിച്ച ഒരു മനുഷ്യനാണെങ്കിലും അങ്ങനെ ഉണ്ടാവും. അപ്പം ഇതിലേതെങ്കിലും ഒന്നിനെയാണ് ഇത് വിളിച്ചു പോകുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പറയാൻ കഴിയുകയില്ല. അതിന്റെ കാരണം എന്താണെന്ന് ഡോക്ടർ പ്രഭാകരൻ വാര്യർ പിന്നീട് നിങ്ങളോട് പറയുന്നുണ്ട്. നമുക്ക് ആശയവിനിമയ മാതൃകയും അതിലെ ഘടകങ്ങളും എന്തെല്ലാമാണ് എന്ന് നോക്കാം. മേൽപ്പറഞ്ഞ സംശയങ്ങളെല്ലാം പരിഹാരം കാണണമെങ്കിൽ ആശയവിനിമയം എന്ന ശാസ്ത്രീയ സങ്കല്പത്തിന്റെ സമഗ്ര സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പ്രഭാകര വാര്യർ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. 2 വ്യത്യസ്ത ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഈ സങ്കല്പത്തിൽ. ഒന്ന്, ആശയം ഉദ്ഭവിക്കുന്ന ഘടകം. മറ്റൊന്ന് ആശയം എത്തിച്ചേരുന്ന ഘടകവും. അതായത് ഒരു പ്രഭവസ്ഥാനവും ഒരു ലക്ഷ്യസ്ഥാനവും. ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ പ്രഭവസ്ഥാനമാണ് അല്ലെങ്കിൽ ഉദ്ഭവസ്ഥാനമാണ്. കേൾക്കുന്ന ആൾ പ്രാപ്യസ്ഥാനമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ പ്രഭവസ്ഥാനമാണ്, നിങ്ങൾ പ്രാപ്യസ്ഥാനമാണ്. പ്രാപ്യം എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുന്ന സ്ഥലം. ആത്മകഥം നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മകഥം നടത്തുകയാണ്. എന്താ ആത്മകഥം? ഒരാള് ഉള്ളിൽ വെച്ച് ചിന്തിക്കുന്നത്, സ്വയമേവ അയാൾ പറയുന്നത്. അങ്ങനെ പറയുന്ന അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ആത്മകഥ നടത്തുമ്പോൾ പ്രാപ്യസ്ഥാനവും ലക്ഷ്യസ്ഥാനവും ഉദ്ഭവസ്ഥാനവും പ്രാപ്യസ്ഥാനവും അയാൾ തന്നെയായിരിക്കും. ആത്മകഥ നടത്തുമ്പോൾ എന്താണ്? ഉദ്ഭവസ്ഥാനവും പ്രാപ്യസ്ഥാനവും അയാൾ തന്നെയായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഉദ്ഭവത്തിൽ നിന്നുള്ള സന്ദേശം പ്രാപ്യസ്ഥാനത്തിലെത്തുമ്പോൾ ആശയവിനിമയം നടക്കുന്നു എന്ന് പറയാൻ കഴിയും. അതായത് ഒരാൾ സംസാരിക്കുന്നു, അത് ഞാൻ സംസാരിക്കുന്നു, അത് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആശയവിനിമയം സാധ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഞാൻ ഉച്ചരിക്കുന്ന ഒരു വാക്കുകൾ, ശബ്ദങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നത്? അതിനിടയിൽ ഒരു മീഡിയേറ്റർ ഉണ്ട്. ഉച്ചാരണത്തിൽ അത് വായുവാണ്. അപ്പോൾ ശബ്ദവിചികളായിട്ടാണ് നമ്മൾ വാക്കിനെ പറഞ്ഞു വിടുന്നത്. അപ്പം സ്വാഭാവികമോ കൃത്രിമമോ ആയ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കത്തക്ക വിധത്തിൽ സന്ദേശത്തെ രൂപപ്പെടുത്തി വിടുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുന്നത്.
അത് സ്വാഭാവികമോ കൃത്രിമമോ. അപ്പോൾ വായു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ഒന്നാണ്. കൃത്രിമം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നൂൽക്കമ്പികളിലൂടെ ആവാം, ടെലിഫോൺ കമ്പികളിലൂടെ ആവാം, അതല്ലെങ്കിൽ ഫോൺ അങ്ങനെ ഉള്ള രീതിയിലൊക്കെ ആവാം, കാന്തിക തരംഗങ്ങളായിട്ടോ ഒക്കെ ആവാം. അപ്പോൾ എന്താണ്, സ്വാഭാവികമോ കൃത്രിമമോ ആയ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കത്തക്ക വിധത്തിൽ സന്ദേശത്തെ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതിനെയാണ് സഞ്ചാരപദം എന്ന് വിളിക്കുന്നത്. അതിനാണ് എന്ത് വിളിക്കുന്നത്? സഞ്ചാരപദം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമോ രണ്ടുപേർക്കിടയിൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, എന്താണ്, ഒരു ഉത്ഭവസ്ഥാനത്തിനും പ്രാപ്യസ്ഥാനത്തിനും ഇടയിലുള്ള സ്വാഭാവികമോ കൃത്രിമമോ ആയ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കത്തക്ക വിധത്തിൽ സന്ദേശത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നു. ആ സഞ്ചാരത്തെയാണ് സഞ്ചാരപഥം എന്ന് വിളിക്കുന്നത്. അപ്പൊ സഞ്ചാരപഥം ആശയവിനിമയത്തിലെ ഒരു പ്രധാന ഘടകമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അന്തരീക്ഷ വായുവാണ് സഞ്ചാരപഥമെങ്കിൽ സന്ദേശത്തെ ശബ്ദ തരംഗങ്ങളാക്കിയിട്ടാണ് മാറ്റേണ്ടത്. അന്തരീക്ഷ വായുവിലൂടെയാണെങ്കിൽ ശബ്ദ തരംഗങ്ങളാക്കിയിട്ടാണ് മാറ്റുന്നത്. അതല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കപ്പെട്ട ലോഹക്കമ്പിയാണ് സഞ്ചാരപഥമായി വർത്തിക്കുന്നതെങ്കിൽ സന്ദേശത്തെ വൈദ്യുത വീചികളാക്കി മാറ്റണം. അപ്പോൾ ലോഹക്കമ്പിയാണെങ്കിൽ വൈദ്യുത വീചികളാക്കി മാറ്റണം. സഞ്ചാരത്തിന് അനുഗുണമായ വിധത്തിൽ രൂപപരിണാമം വരുത്തിയാൽ മാത്രമേ സന്ദേശത്തെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. അപ്പോൾ ഏതൊരു സന്ദേശത്തിനും അനുഗുണമായ രീതിയിൽ ശബ്ദവീചികളെ മാറ്റി എടുത്താൽ മാത്രമേ സന്ദേശത്തെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. ഈ പ്രവർത്തനത്തിന് പറയുന്ന സാങ്കേതിക നാമമാണ് സങ്കേതനം എന്നുള്ളത്. സങ്കേതനം മനസ്സിലാക്കുക, സങ്കേതനം. അപ്പൊ സഞ്ചാരപഥം ആദ്യം പറഞ്ഞു, രണ്ടാമത് സങ്കേതനം. സങ്കേതനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കൽ കൂടി നോക്കാം നമുക്ക്. എന്താണ്? സന്ദേശത്തെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അനുഗുണമായ രീതിയിൽ രൂപപരിണാമം വരുത്തുന്ന രീതിയാണ് സങ്കേതനം എന്ന് പറയുന്നത്. ആ കർമ്മത്തിന്, അതായത് ഈ സങ്കേതനം നടത്തുന്ന ഘടകത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ആർക്കാണ്? പ്രേക്ഷകം എന്നും പറയാം. ആ ഉത്തരവാദപ്പെട്ട ഘടകത്തെയാണ് പ്രേക്ഷകം എന്ന് പറയുന്നത്. അതായത് ആരാണോ സംസാരിക്കുന്നത് അവരെ പ്രേക്ഷകം എന്നും പറയാം. അയക്കുന്ന ആള്. രൂപാന്തരപ്പെടുത്തിയ സന്ദേശത്തെ നമുക്ക് എന്ത് ചെയ്യാം? കോഡ് എന്ന് വിളിക്കാം. ഏത് കോഡിൽ? ഇപ്പോൾ വൈദ്യുത വീചി എന്ന് പറയുന്നത് കോഡാണ്, ശബ്ദവീചി ഒരു കോഡാണ്. അപ്പം മാധ്യമത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ഏത് രീതിയിലേക്കാണോ ഈ ശബ്ദത്തെ മാറ്റുന്നത് അതിനെ കോഡ് എന്ന് വിളിക്കാം. മലയാളത്തിൽ കോഡിൻ്റെതിന് സങ്കേതം എന്ന് തന്നെയാണ് പറയുക. സന്ദേശമല്ല, അതിന്റെ സങ്കേത ചിഹ്നങ്ങളാണ്, കോഡ് ചിഹ്നങ്ങളാണ് പ്രാപ്യസ്ഥാനത്തെ ലക്ഷ്യമായി സഞ്ചരിക്കുന്നത് എന്നർത്ഥം. മനസ്സിലായോ? അപ്പം ഒരു കോഡുണ്ട്. അപ്പം ഉച്ചാരണത്തിലാണെങ്കിൽ ക എന്നുള്ളത് ഒരു കോഡാണ്. അതിനെ ശബ്ദവീചികളായി പോകുമ്പോൾ ആ ശബ്ദവീചി പെട്ടെന്ന് അക്ഷരങ്ങളൊക്കെ ഒരു കോഡാണ്. അതിനെ വീണ്ടും ആശയങ്ങളാക്കി മാറ്റുന്നത് മനസ്സിന്റെ ഉള്ളിൽ ചെല്ലുമ്പോഴാണ്. നമ്മൾ അതിനെ എടുത്തിട്ട് ആശയവിനിമയങ്ങളാക്കി മാറ്റുന്നു. അപ്പം സന്ദേശമല്ല, അതിന്റെ സങ്കേത ചിഹ്നങ്ങൾ, കോഡ് ആണ് പ്രാപ്യസ്ഥാനത്തെ ലക്ഷ്യമായി സഞ്ചരിക്കുന്നത് എന്നർത്ഥം. സന്ദേശമല്ല, അത് ആ കോഡിനെ ഡീകോഡ് ചെയ്യപ്പെടുമ്പോഴാണ് ആശയമായിട്ട് വ്യക്തിക്ക് മനസ്സിലാക്കപ്പെടുന്നത്. അത് അത്രയൊന്നുമില്ല. ഒരു നോവൽ വായിക്കുന്ന അവസരത്തിൽ നോവലിസ്റ്റ് തന്റെ മനസ്സിലെ ആശയങ്ങളെ അക്ഷരങ്ങൾ എന്ന് പറയുന്ന കോഡിലേക്ക് മാറ്റുന്നു. ഈ അക്ഷരങ്ങൾ മലയാളിക്ക് അറിയുന്നതാണെങ്കിൽ മലയാളി എന്ത് ചെയ്യും? അതിനെ എടുത്ത് ഡീകോഡ് ചെയ്ത് അതിലെ പറഞ്ഞ ആശയങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോയി അതിനെ ആസ്വദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? സങ്കേത ചിഹ്നങ്ങളാണ് പ്രാപ്യസ്ഥാനത്തെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ ഇവയുടെ കോഡും അർത്ഥവും തമ്മിലുള്ള ബന്ധമെന്താണ്? ഇന്നിന്ന ചിഹ്നങ്ങൾ ഇന്നിന്ന ആശയങ്ങളെ കുറിക്കും എന്നൊരു വ്യവസ്ഥയിൽ സങ്കേതവൃത്തി നിർവഹിക്കാൻ കഴിയില്ല. ഇവയ്ക്ക് തമ്മിൽ സ്വാഭാവിക ബന്ധങ്ങളൊന്നും ഇല്ലെന്നും ഓർക്കണം. അതായത് ഒരു വാക്കിന് ആന എന്ന വാക്കിന് ആനയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് എന്താണ്? നിത്യ ഉപയോഗം മൂലം ഉറച്ചുപോയ ഒരർത്ഥമാണ്.
അപ്പോൾ ആട് എന്ന് പറയുമ്പോഴും ആന എന്ന് പറയുമ്പോഴും അതിൻ്റെ രൂപങ്ങൾ സ്വാഭാവികമായിട്ടും മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ആ രൂപത്തിൽ നമ്മളതിനെ കാലയെ കൂട്ടി വ്യവഹരിച്ചു പോയത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായ മറ്റു ബന്ധങ്ങളൊന്നും ഈ കോഡിനും ആശയത്തിനും തമ്മിൽ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണമായിട്ട് പുസ്തകം എന്നുച്ചരിക്കുന്നു. പുസ്തകം എന്നുച്ചരിക്കുകയാണ്. ആ ഉച്ചാരണം കേൾക്കുമ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഉടൻ തന്നെ നമ്മൾ വായനയ്ക്ക് വിധേയമാക്കുന്ന പുസ്തകങ്ങൾ, നോട്ട്ബുക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കടന്നു വരും. മറ്റ് ഭാഷയിലുള്ള ആളുകൾക്ക്, മലയാളം അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പുസ്തകം പ്രത്യേകിച്ച് ഒരർത്ഥ സങ്കേതത്തെയും ഉണ്ടാക്കുകയില്ല. അപ്പോൾ അതൊരു പ്രത്യേക വസ്തുവിനെ സൂചിപ്പിക്കുന്നുവെന്ന് മലയാളം സംസാരിക്കുന്ന ജനവിഭാഗം അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷിൽ ബുക്ക് എന്നും ഹിന്ദിയിൽ കിതാബ് എന്നും പറഞ്ഞാൽ മാത്രമേ അവിടെ ഡീകോഡ് ചെയ്യപ്പെടുന്നുള്ളൂ. ഇതേ ആശയത്തെ വ്യഞ്ചിപ്പിക്കുന്ന ഭാഷാ ചിഹ്നങ്ങളാണ് ഏതാ? കിതാബ്, ഇംഗ്ലീഷില് ബുക്ക് തുടങ്ങിയത്. ചിഹ്നങ്ങൾക്കും അവ ഉദ്ദീപിക്കുന്ന ആശയങ്ങൾക്കും തമ്മിൽ വ്യവസ്ഥാപിത ബന്ധം മാത്രമാണുള്ളത്. എന്താ വ്യവസ്ഥാപിത ബന്ധം? വ്യവസ്ഥയിൽ ആരോപിക്കപ്പെട്ട ബന്ധം എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായി ഒന്നിലേക്ക് ആരോപിക്കപ്പെട്ട ബന്ധം. അപ്പം ചിഹ്നങ്ങൾക്കും അവ ഉദ്ദീപിക്കുന്ന, അവ പുറത്തേക്ക് വിടുന്ന ആശയങ്ങൾക്കും തമ്മിൽ വ്യവസ്ഥാപിത ബന്ധം മാത്രമാണുള്ളത്. ഭാഷയിൽ പൂർണ്ണമായും സാങ്കേതികത്വം അവകാശപ്പെടാൻ കഴിയാത്ത ചിഹ്നങ്ങളും ഇന്ന് ഉപയോഗിക്കാറുണ്ട്. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? ഉദാഹരണമായിട്ട് അനുകരണ ശബ്ദങ്ങൾ. ഇപ്പോൾ ഒരു പട്ടിയുടെ കുര, ഭൗ ഭൗ എന്നുള്ള കുര, അതുപോലെ കാ കാ എന്ന കാക്കയുടെ കരച്ചില്, മണി അടിയുടെ ശബ്ദം, ഇതൊക്കെ എന്താണ്? ചിഹ്നങ്ങളായിട്ട് മാത്രം കരുതുന്നതാണ് യുക്തി. ആശയം ചിഹ്നങ്ങളായി മാറി പ്രാപ്യസ്ഥാനത്തേക്ക്, അതായത് ലക്ഷ്യസ്ഥാനത്തേക്ക് ആശയം ചിഹ്നങ്ങളായി ലക്ഷ്യസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രാപ്യസ്ഥാനത്ത് ചിഹ്നങ്ങളെ അതേപടി സ്വീകരിക്കുക മാത്രം ചെയ്താൽ ആശയബോധം ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് അതേപടി സ്വീകരിക്കുകയില്ല. നമ്മുടെ മനസ്സുമായിട്ട് ചേരുമ്പോൾ അക്ഷരങ്ങളെ ഡീകോഡ് ചെയ്ത് ആശയങ്ങളിലേക്ക് പോവുകയാണെന്ന് നമ്മൾ പറഞ്ഞു. സങ്കേത ചിഹ്നങ്ങളെ വീണ്ടും സന്ദേശങ്ങളാക്കി മാറ്റേണ്ടതുണ്ട്. ഈ കോഡുകളെ വീണ്ടും സന്ദേശങ്ങളാക്കി മാറ്റേണ്ടതുണ്ട്. ഇങ്ങനെ സങ്കേത ചിഹ്നങ്ങളെ അവയുടെ പൂർവ്വരൂപങ്ങളായ ആശയമാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണെന്ന് ഓർമ്മിച്ചു വെക്കണം. അതാണ് വിസങ്കേതം എന്ന് പറയുന്നത്. സങ്കേത ചിഹ്നങ്ങളെ വീണ്ടും അവയുടെ ആദ്യ രൂപത്തിലുള്ള സന്ദേശ രൂപങ്ങളാക്കി മാറ്റുന്നതിന് പറയുന്ന പേരാണ് വിസങ്കേതം. അത് മറന്നു പോകരുത്. വിസങ്കേതം. സങ്കേത ചിഹ്നങ്ങളെ വീണ്ടും സന്ദേശങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിസങ്കേതം. ആ കർമ്മം നിർവഹിക്കുന്ന ഘടകത്തിന് ആരാണോ വിസങ്കേതനം നടത്തുന്നത് അവരെ, അല്ലെങ്കിൽ വിസങ്കേതനം നടത്താൻ സഹായിക്കുന്നത് എന്താണോ അതിനെ ആദായി എന്നും പറയാൻ കഴിയും. എന്താണ്? ആദായി, ദയയുടെ ആദായി എന്നും പറയാം. അപ്പോൾ ആശയവിനിമയ പ്രക്രിയയിൽ എത്ര ഘടകങ്ങളുണ്ട്? ആശയവിനിമയ പ്രക്രിയയിൽ 5 ഘടകങ്ങളുണ്ട്. ആ 5 ഘടകങ്ങൾ ഏതെല്ലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഉദ്ഭവസ്ഥാനം, 2 പ്രേഷകം, 3 സഞ്ചാരപദം, 4 ആദായി, 5 പ്രാപ്യസ്ഥാനം. ഓക്കെ, ഈ 5 ഘടകങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. 1 ഉദ്ഭവസ്ഥാനം, 2 പ്രേഷകം, 3 സഞ്ചാരപദം, 4 ആദായി, 5 പ്രാപ്യസ്ഥാനം. അപ്പോൾ ഈ 5 ഘടകങ്ങൾ ഉണ്ടായിരുന്നാൽ മാത്രമേ ഒരു കമ്മ്യൂണിക്കേഷൻ വിജയകരമായി തീരൂ എന്നാണ് ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഡോക്ടർ പ്രഭാകര വാര്യർ പറയുന്ന KM പ്രഭാകര വാര്യർ പറയുന്ന ആശയവിനിമയത്തിലെ 5 ഘടകങ്ങൾ ഏതെല്ലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓർമ്മയിലുണ്ടായിരണം. എന്താണത്? 1 ഉദ്ഭവസ്ഥാനം, 2 പ്രേഷകം, 3 സഞ്ചാരപദം, 4 ആദായി, 5 പ്രാപ്യസ്ഥാനം. ഓക്കെ, ആശയവിനിമയത്തിന്റെ സാമാന്യ മാതൃകയാണ് ഈ പറഞ്ഞത്. ഭാഷണ പ്രക്രിയയിലാവട്ടെ സംസാരിക്കുന്ന ആൾ ഉദ്ഭവസ്ഥാനവും കേൾക്കുന്ന ആൾ പ്രാപ്യസ്ഥാനവുമാണെന്ന്
നമ്മൾ ആദ്യമേ പറഞ്ഞു. അതായത് സംസാരിക്കുന്ന ആരാ? ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ എന്താണ് ഉദ്ഭവവും കേൾക്കുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എന്താവുന്നു? പ്രാപ്യ സ്ഥാനവുമാണ്. അതിനിടയിൽ സംഭവിക്കുന്നത് എന്താണ്? വായുവാണ് അവിടെ സഞ്ചാരപഥമായി വർത്തിക്കുന്നത്. അതുകൊണ്ട് ആശയത്തെ ശബ്ദവിചികളാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. ഈ കർമ്മം നിർവഹിക്കുന്നത് ആരാണ്? വക്താവ് ആരാണോ അയാളുടെ ഉച്ചാരണ അവയവങ്ങളാണ്. ഭാഷണത്തിൽ പ്രേക്ഷകമായ ഉച്ചാരണ അവയവങ്ങൾ ആശയത്തെ ശബ്ദ തരംഗങ്ങളാക്കി മാറ്റുന്നു. നാവ്, അല്ലേ, ചുണ്ട്, കണ്ഠ്യം, താല്യം എന്നൊക്കെ പറയുന്നില്ലേ? അങ്ങനെ ഈ നാവ് തട്ടുന്നതിനനുസരിച്ചാണ് ഓരോ വാക്കിന്റെയും ശബ്ദം പുറത്തേക്ക് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അപ്പം ആ പ്രേക്ഷക ഘടകങ്ങൾ, ആ പ്രേക്ഷക ഉച്ചാരണ അവയവങ്ങൾ ആശയത്തെ ശബ്ദ തരംഗങ്ങളാക്കിയിട്ട് അത് എന്താണ് ചിഹ്ന വ്യവസ്ഥയിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? ആ ശബ്ദ തരംഗങ്ങൾ വായുവിലൂടെ ശ്രോതാവിലേക്ക് ചെന്നെത്തുകയാണ്. അപ്പൊ തരംഗങ്ങൾ ശ്രോതാവിന്റെ കർണഫലകത്തിൽ തത്തുല്യമായ പ്രകമ്പനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ചെവിയിലേക്ക് കർണപടത്തിൽ നമ്മളൊരാൾ പറയുമ്പോൾ എ ബിയോട് പറയുമ്പോൾ ബിയുടെ കർണപടത്തില് അതുണ്ടാക്കുന്ന ശബ്ദത്തെ എന്താവുന്നു? അത് ഡീകോഡ് ചെയ്ത് ആശയങ്ങളാക്കി മാറ്റുന്നു. അപ്പൊ കർണഫലകത്തിൽ നിന്ന് ശ്രോതാവിന്റെ തലച്ചോറിലേക്കുള്ള ഞരമ്പുകൾ ആദായിയുടെ പ്രവൃത്തി ചെയ്യുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ആദായി. അതായത് ഈ കോഡുകളെ ആശയമാക്കി മാറ്റുന്ന ഘടകമാണ് ആദായി. അതായത് ശബ്ദവിചികളെ വീണ്ടും ആശയങ്ങളാക്കി മാറ്റുന്നു. ശബ്ദവിചികളെ ആശയങ്ങളാക്കി മാറ്റുന്ന ആ പ്രക്രിയയാണ് ആദായി എന്ന് പറയുന്നത്. അങ്ങനെ വാചിക വൃത്തിയിൽ ആശയവിനിമയ പ്രക്രിയയിലെ എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് പറയാം. അതൊരു ചോദ്യമാണ്. എന്താണ്? വാചിക വൃത്തിയിൽ ആശയവിനിമയ പ്രക്രിയയിലെ എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ കാരണം എന്ത്? അല്ലെങ്കിൽ ഡോക്ടർ പ്രഭാകര വാര്യർ വാചിക വൃത്തിയിൽ ആശയവിനിമയ പ്രക്രിയയിലെ എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിലുള്ള ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇനി മറ്റു ചില ആശയവിനിമയ രീതികളെ കുറിച്ചാണ് പറയുന്നത്. അത് ദൂരശ്രവണി, പ്രക്ഷേപണി തുടങ്ങിയ യാന്ത്രിക ഉപകരണങ്ങൾ വഴിയുള്ള ആശയവിനിമയത്തിലും ഈ ഘടകങ്ങളെല്ലാം, ഈ 5 ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദൂരശ്രവണി, ടെലിഫോൺ പോലെയുള്ള കാര്യങ്ങൾ, മൈക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ, അതിലും ഇതേ 5 ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഏത് 5 ഘടകങ്ങൾ? അത് മറന്നു പോകാൻ പാടില്ല. ഏതെല്ലായിരുന്നു? ഉദ്ഭവസ്ഥാനം, പ്രേഷകം, സഞ്ചാരപഥം, ആദായി, പ്രാപ്യസ്ഥാനം. ഈ 5 ഘടകങ്ങൾ ഏത് കമ്മ്യൂണിക്കേഷനിലും പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്നാണ് പ്രഭാകര വാര്യർ പറയുന്നത്. അപ്പം പക്ഷേ ഇത്തരം യന്ത്രങ്ങളില് എന്താണ്? സങ്കേത ചിഹ്നങ്ങൾ വൈദ്യുത വീചികളായിട്ടാണ് പോവുക എന്നാദ്യം പറഞ്ഞല്ലോ. പ്രേഷകം, ആദായി എന്നിവയുടെ പ്രവൃത്തികൾ നിർവഹിക്കാൻ പ്രത്യേകം യാന്ത്രിക ഘടകങ്ങളും ഉണ്ടായിരിക്കും. വരമൊഴിയിലും മേൽപ്പറഞ്ഞ വിധത്തിലുള്ള സംക്രമണം തന്നെയാണ് സംഭവിക്കുന്നത്. വരമൊഴി എന്ന് പറഞ്ഞാൽ റിട്ടൺ ലാംഗ്വേജ്. ലിഖിത സമ്പ്രദായത്തിൽ ലേഖകൻ ഉദ്ഭവ കേന്ദ്രമാണ്. ഒരാൾ എഴുതുന്നു, ലേഖകൻ ഉദ്ഭവ കേന്ദ്രമാണ്. എഴുതാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? പ്രേഷകനാണ്. സംഭവം മനസ്സിലായല്ലോ അന്നേരം. ലേഖകൻ എന്താണ്? ഉദ്ഭവ കേന്ദ്രമാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന പേന പ്രേഷകമാണ്. ലിപികൾ ഒക്കെ സങ്കേതങ്ങളാണ്. കടലാസിന്റെ സ്ഥിരത എന്ന ധർമ്മത്തെ സഞ്ചാരപഥം എന്ന് പറയാം. കടലാസിന്റെ സ്ഥിരത, കടലാസിൽ എഴുതുമ്പോൾ അതവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് എന്താണ്? സഞ്ചാരപഥം എന്ന് പറയാം. ആ കടലാസാണ് പിന്നീട് നമ്മൾ കൊണ്ടുകൊടുക്കുന്നത്. അപ്പോൾ വായിക്കുന്ന ആളുടെ കണ്ണുകളിൽ നിന്ന് തലച്ചോറിലേക്കുള്ള നാഡികൾ ആദായിയായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഡീകോഡ് ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ തലച്ചോറിന്റെ ഞരമ്പുകൾ ഉപയോഗിച്ചാണ്. അത് പ്രാപ്യസ്ഥാനവുമായിരിക്കും. അപ്പോൾ ലേഖനത്തിൽ ആശയവിനിമയത്തിന് കാലതാമസം നേരിടുന്നുണ്ട് എന്ന വ്യത്യാസം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ 5 ഘടകങ്ങളുടെ പ്രവർത്തനമാണ് ഈ ആശയവിനിമയത്തിലും നടക്കുന്നത്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ചില പ്രശ്നങ്ങൾക്ക് ഉത്തരം അദ്ദേഹം പറഞ്ഞു തരുന്നു. അതായത് എന്താണ്? പുക കാണുമ്പോൾ പിന്നാലെ തീയുണ്ടെന്ന് വിചാരിക്കുന്നു, അല്ലെ? പുക കാണുമ്പോൾ പിന്നാലെ തീയുണ്ടെന്ന് വിചാരിക്കുന്നു. തീയും പുകയും തമ്മിലുള്ള ബന്ധം കാര്യകാരണ ബന്ധമാണ്. കാര്യം തീയും, കാരണം പുകയുമാണ്.
കാര്യം ഒന്നുള്ളത് കൊണ്ട് മറ്റൊന്ന് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് വ്യവസ്ഥാപിതമല്ല. അതുകൊണ്ട് ഈ സംഭവത്തെ ആശയവിനിമയം എന്ന് വ്യാഖ്യാനിക്കാൻ ആവുകയില്ല എന്നാണ് ഡോക്ടർ കെ.എം. പ്രഭാകര വാര്യർ പറയുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? എന്താണ്? തീയും പുകയും തമ്മിലുള്ള ബന്ധം കാര്യകാരണ ബന്ധമാണ്. കാര്യകാരണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും അതിന്റെ കാരണവുമായിട്ട്, തീ കാര്യമാണ്, അതിന്റെ കാരണമായിട്ട് പുകയുണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വ്യവസ്ഥാപിതമല്ല, ഇത് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ഒന്നല്ല, വ്യവസ്ഥയിൽ അധിഷ്ഠിതമല്ല. അതുകൊണ്ട് ഇത് ഈ സംഭവത്തെ ആശയവിനിമയം എന്ന് വ്യാഖ്യാനിക്കാനാവില്ല. ഭാഷ ഒരു വ്യവസ്ഥാപിത സൃഷ്ടിയാണ്. അതുകൊണ്ട് ഇതിനെ അങ്ങനെ കണക്കാക്കാം. അതുപോലെ തന്നെ പ്രഭാതത്തിലെ കോഴി കൂവുന്നതും കണ്ണിന്റെ കലക്കവുമെല്ലാം ആശയവിനിമയ പ്രക്രിയയിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അത് വ്യവസ്ഥാപിതമല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് വ്യവസ്ഥാപിതമാണ്, പക്ഷേ മറ്റത് വ്യവസ്ഥാപിതമല്ല എന്നുള്ളതാണ്. ഇനി ഭാഷാശാസ്ത്രം, മനോവിജ്ഞാനം, വൃത്താന്ത സിദ്ധാന്തം. വൃത്താന്ത സിദ്ധാന്തം എന്ന വാർത്തയാണ്, വാർത്തകള്, ന്യൂസ്. ഭാഷാശാസ്ത്രം, ലിംഗ്വിസ്റ്റിക്സ് നോക്കുക, ശൈലി വിജ്ഞാനീയം തുടങ്ങിയതൊക്കെ ഭാഷാ വിജ്ഞാനം. മനുഷ്യ സമുദായം പലതരത്തിലുള്ള ആശയവിനിമയോപാധികൾ ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും അവയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ഭാഷയാണെന്നും ആദ്യമേ പറഞ്ഞു. ഭാഷയെ പല രീതിയിലും അപഗ്രഥിക്കാവുന്നതാണ്. സങ്കേത ചിഹ്നങ്ങളെ മാത്രം ആസ്പദമാക്കിയുള്ള പഠനമാണ് ഭാഷാശാസ്ത്രത്തിൽ ഇതുവരെ കൊണ്ടുവരുന്നത്. സങ്കേത ചിഹ്നത്തെ മാത്രം ആസ്പദമാക്കിയുള്ള പഠനമാണ് ഭാഷാശാസ്ത്രത്തിൽ അവലംബിച്ചു പോരുന്നത്. സങ്കേത ചിഹ്നങ്ങളിൽ അടങ്ങിയിട്ടുള്ള മാത്രകളെ വേർതിരിച്ച് കാണിക്കുകയും അവയെ ഏതെല്ലാം വിധത്തിലാണ് സംയോജിപ്പിക്കാറുള്ളതെന്ന് വ്യക്തമാക്കുകയുമാണ് ഭാഷാ അപഗ്രഥന പഠനത്തിൽ സാധാരണ ചെയ്യുന്നത്. സ്വനമാത്രകൾ രൂപമാത്രകളായി വികസിച്ച് രൂപമാത്രകൾ വാക്യഘടനയിൽ ഇണങ്ങിച്ചേരുന്നത് ഏതെല്ലാം വിധത്തിലാണെന്ന് ഭാഷാശാസ്ത്ര പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാം. വാക്കുകൾ എങ്ങനെയാണ് കൂടിച്ചേരുന്നത്, അപ്പോൾ അവ ഉണ്ടാക്കുന്ന അർത്ഥത്തിന്റെ വ്യത്യസ്ത അർത്ഥതലങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയൊക്കെ, രൂപിമം, സ്വനിമം തുടങ്ങിയ ഭാഷയിലെ അർത്ഥമാത്രകളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഈ മേഖലയിലാണ് സംഭവിക്കുന്നത്. വക്താവിന്റെയും ശ്രോതാവിന്റെയും സങ്കേതന വിസങ്കേതന വൃത്തികളെ ഭാഷാശാസ്ത്രം കണക്കിലെടുക്കുന്നില്ല. മറ്റെല്ലാ മാനസിക വൃത്തികളെയും എന്ന പോലെ ഭാഷാശാസ്ത്രം അതിനെ ഒഴിവാക്കി കളയുകയാണ്. അപ്പം മനോവൃത്തിയെയും ചോദന പ്രതിചേഷ്ടകളുടെ രൂപത്തിൽ വിശദീകരിക്കുകയാണ് മനോവിജ്ഞാനത്തിന്റെ ലക്ഷ്യം. മനുഷ്യന്റെ മാനസിക വൃത്തികളെയും എന്ന പോലെ തന്നെ ഭാഷാവൃത്തിയെയും, നമ്മുടെ മനുഷ്യന്റെ മനോവൃത്തികളെ എന്ന പോലെ തന്നെ ഭാഷാവൃത്തിയെയും ചോദന പ്രതിചേഷ്ടകളുടെ രൂപത്തിൽ വിശദീകരിക്കുകയാണ് മനോവിജ്ഞാനീയത്തിന്റെ ലക്ഷ്യം. അപ്പം നമ്മുടെ ആവശ്യകതയനുസരിച്ച്, ഓരോന്നിന്റെ ആവശ്യകതയനുസരിച്ച് അതിനെ വിശദീകരിക്കുകയാണ് എന്ത് ചെയ്യുന്നത് ഭാഷാശാസ്ത്രത്തിന്റെ ഭാഷാവിജ്ഞാനത്തിന്റെ ലക്ഷ്യം. ഭാഷാശാസ്ത്രത്തിന്റെയും മനഃശാസ്ത്രത്തിന്റെയും സങ്കലനത്തിൽ നിന്ന് ഉളവായിട്ടുള്ള മനോഭാഷാ വിജ്ഞാനം ഇടക്കാലത്ത് വളരെയധികം വളർച്ച പ്രാപിച്ചിട്ടുള്ള ഒരു പഠനശാഖയാണ്. അതിൽ ഭാഷോൽപാദനത്തിന് നിദാനമായ മാനസിക വൃത്തികൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ വിശദീകരണത്തിനാക്കാമല്ല, കാരണം മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. അതിൽ ഭാഷോൽപാദനത്തിന് നിദാനമായ അടിസ്ഥാനമായ മാനസിക വൃത്തികൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. മേൽപ്പറഞ്ഞ രണ്ട് സമീപന രീതികൾക്കും പുറമെ വൃത്താന്ത സിദ്ധാന്തം എന്നൊരു പുതിയ പഠനമാർഗം ഈയിടെ ഭാഷാ പഠനത്തോടനുബന്ധിച്ച് വളർന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. വൃത്താന്ത സിദ്ധാന്തം ഒരിടത്ത് നിന്ന് സന്ദേശത്തെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ മറ്റൊരിടത്തെത്തിക്കുവാൻ എന്തെല്ലാം നടപടികൾ കൈക്കൊള്ളാം എന്നാണ് വൃത്താന്ത സിദ്ധാന്തം മുഖ്യമായി അന്വേഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരിടത്തും സന്ദേശത്തെ ഏറ്റവും ഗുണകരമായ രീതിയിൽ വേറൊരിടത്ത് എങ്ങനെ എത്തിക്കാം, അതിനെന്താണ് നടപടികൾ എന്നാണ് വൃത്താന്ത സിദ്ധാന്തം മുഖ്യമായി അന്വേഷിക്കുന്നത്. ഏറ്റവും കുറച്ച് സങ്കേത ചിഹ്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും അല്ലേ, ഏറ്റവും കുറച്ച് സങ്കേത ചിഹ്നങ്ങൾ ഉപയോഗിക്കുക, കോഡുകൾ ഉപയോഗിക്കുക. ഏറ്റവും വേഗത്തിൽ ആശയവിനിമയ പ്രക്രിയ നടത്തുകയും ആവാം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചിഹ്നങ്ങളിൽ ബാഹ്യമായ ഇടപെടലുകൾ കാരണം വ്യതിയാനം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് വൃത്താന്ത ഇതിലെ ഏറ്റവും
ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം അയക്കുന്ന സന്ദേശങ്ങൾ മാറാൻ പാടില്ല എന്നുള്ളത്. വിനിമയം ചെയ്യപ്പെടുന്ന ആശയങ്ങളുടെ പരിമാണ നിർണയവും എന്ന് പറഞ്ഞാൽ അളവ്, എന്തെല്ലാം കാര്യങ്ങളാണ്, അത് എത്ര കാര്യങ്ങളാണ് പറയുന്നത്, ഈ സിദ്ധാന്തത്തിന്റെ പരിഗണനയ്ക്ക് വിധേയമാക്കപ്പെടുന്നു. അതാണ് വൃത്താന്ത സിദ്ധാന്തത്തിന്റെ പരിഗണനയ്ക്ക് വിധേയമാക്കപ്പെടുന്നത്. കമ്പ്യൂട്ടർ ഭാഷകൾ, യാന്ത്രിക പരിഭാഷ തുടങ്ങിയ മേഖലകളിൽ വൃത്താന്ത സിദ്ധാന്ത പ്രകാരമുള്ള പരീക്ഷണങ്ങൾക്ക് സാരമായ സംഭാവനകൾ നൽകാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രഭാകര വാര്യർ പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ ഭാഷകളും യാന്ത്രിക പരിഭാഷ തുടങ്ങിയ മേഖലകളിലാണ് വൃത്താന്ത സിദ്ധാന്തം അതിൻ്റെ പരമാവധി കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നത്. അവസാനത്തെ ചെറിയ ഖണ്ഡത്തോടു കൂടി അദ്ദേഹം കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. എന്താണ്? മനുഷ്യവർഗത്തിൻ്റെ അപൂർവ സിദ്ധിയാണ് ഏത്? കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ നിഗൂഢതയും സങ്കീർണതയും എത്രമാത്രമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷനിലെ 5 ഘടകങ്ങളെക്കുറിച്ച് വിശദീകരിച്ചതും മറ്റും. അപ്പം മനുഷ്യവർഗത്തിൻ്റെ ഈ അപൂർവ സിദ്ധി, അതായത് കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ നിഗൂഢതയും സങ്കീർണതയും എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ ഭാഷ പഠനം തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് ഡോക്ടർ കെ.എം. രാഘവ വാര്യർ പറഞ്ഞു വെക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ഈ മേഖലയിൽ ഉള്ള ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. കിട്ടും എന്നറിയില്ല.